Hi all, Assalamu alaikum. Welcome back to a new video of Shan's Little Hut. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒന്നാണ് ഓർഗാനിക് കോൺസ്. അപ്പോൾ ഓർഗാനിക് കോൺസ് എങ്ങനെയാണ് ഡാർക്ക് സ്റ്റെയിനിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. തീർച്ചയായും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പോൾ നമുക്ക് മേക്കിങ്ങിലോട്ട് കിടക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ട്രിപ്പിൾ സോഫ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഫൈൻ ഹെന്ന പൗഡറാണ്. രാജസ്ഥാനി ഹെന്ന പൗഡറാണ്. ഇതാണ് നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടുന്നത്. എല്ലാ മെഹന്തി ആർട്ടിസ്റ്റും യൂസ് ചെയ്യുന്നത് ഈ ഒരു ഹെന്ന പൗഡറാണ്. ഇത് നമുക്ക് മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഹെന്ന പൗഡർ തന്നെ യൂസ് ചെയ്യുക. ഞാനിവിടെ 100 ഗ്രാം ഹെന്ന പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ട അളവുകൾ എങ്ങനെയൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിലേക്ക് 30 ഗ്രാം ഷുഗർ, 30 ഗ്രാം എസെൻഷ്യൽ ഓയിൽ, അത് യൂക്കാലിപ്സ് ഓയിൽ, ടീ ട്രീ ഓയിൽ ഇവയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂക്കാലിപ്സ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം. ഇവിടെ ഞാൻ ഡാർക്ക് സ്റ്റെയിനിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരും കുറച്ച് കോഫി വാട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. രാജസ്ഥാനി ഹെന്ന പൗഡർ ആയതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്ക് നല്ല സ്റ്റെയിൻ കിട്ടുന്നതാണ്. ഇനി ഇവ ഓരോന്നും ഒരു ബൗളിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് തുടങ്ങാം. അതിന് വേണ്ടി ആദ്യം ഹെന്ന പൗഡർ അതുപോലെ തന്നെ ഷുഗർ എന്നിവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അവ രണ്ടും നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് 30 ഗ്രാം എസെൻഷ്യൽ ഓയിൽ അഥവാ ഞാനിവിടെ യൂക്കാലിപ്സ് ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കോഫി വാട്ടറും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് അതിനുശേഷം ബാക്കി നമുക്ക് വാട്ടറാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിൽ തന്നെ നല്ല സ്റ്റെയിന് നമുക്ക് ഈ ഹെന്ന പൗഡർ കൊണ്ട് കിട്ടും. നമ്മളിതിലേക്ക് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് സ്റ്റിക്കി പേസ്റ്റ് ആവാനും കളർ പെട്ടെന്ന് സ്കിന്നിലേക്ക് ഇറങ്ങാനും വേണ്ടിയിട്ടാണ് ഷുഗർ ചേർത്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഹെന്ന ഡ്രൈ ആയി പോകുകയില്ല. യൂക്കാലിപ്സ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഡാർക്ക് സ്റ്റെയിനിന് വേണ്ടിയിട്ടാണ്. ടീ ട്രീ ഓയിലും ലാവൻഡർ ഓയിലും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വാട്ടർ ഏകദേശം നമുക്ക് 240 ml ഒക്കെ ചേർത്ത് കൊടുക്കേണ്ടി വരും. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ചിലർക്ക് പേസ്റ്റ് ടൈറ്റായിട്ടാവും വേണ്ടി വരിക, ചിലർക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ജസ്റ്റ് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്താൽ മതി. നല്ല പോലെ മിക്സ് ചെയ്തെടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളം കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ റിലീസിങ്ങിന് വെച്ചതിന് ശേഷം വെള്ളം വേണേൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്ത ഈ ഒരു പേസ്റ്റിനെ നമുക്ക് 8 to 12 hours ഡൈ റിലീസിങ്ങിന് വെക്കേണ്ടതുണ്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിനെയാണ് ഡൈ റിലീസിങ് എന്ന് പറയുന്നത്. അത് ക്ലീൻ റാപ്പ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ. എസെൻഷ്യൽ ഓയിലൊന്നും എവാപ്പറേറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ ഒരു 10 മണിക്കൂറിന് ശേഷം നമ്മളത് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഡൈ റിലീസിങ് നടന്നിട്ടുണ്ടോ എന്നറിയാൻ നമ്മൾ ജസ്റ്റ് പേസ്റ്റ് ഒന്ന് കൈവച്ചൊന്ന് നോക്കിയാൽ മതി. അല്ലെങ്കിൽ അതിലൊരു പേപ്പർ വെച്ച് കൊടുത്താലും മതി. അപ്പോൾ ഒരു ഓറഞ്ച് കളറായിട്ട് പേസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഡൈ റിലീസിങ് നടന്നു എന്നർത്ഥം. ഇനി നമുക്ക് ഈ ഒരു പേസ്റ്റിനെ നല്ല പോലെ മിക്സ് ചെയ്യേണ്ടതുണ്ട്. സ്പാച്ചുല വെച്ചിട്ട് കുറച്ച് ടൈം മിക്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിന് നമുക്ക് എഗ് ബീറ്റർ വെച്ചിട്ട് നന്നായി ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ടൈം നമുക്ക് പേസ്റ്റിൽ വെള്ളം കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കണം.
നല്ല പേസ്റ്റ് ആയാൽ മാത്രമേ നമുക്ക് അതുകൊണ്ട് ഡിസൈൻ ചെയ്യുമ്പോഴൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു മിക്സ് കുറേ ടൈം മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഫൈൻ പേസ്റ്റായി കിട്ടും. ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കോണിലേക്ക് നിറച്ചെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 2 പൈപ്പിംഗ് ബാഗ്, ഒരു സ്റ്റോക്കിംഗ് സോക്സുമാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഒരു പൈപ്പിംഗ് ബാഗ് ഒരു ബോട്ടിലോ ഒരു ഗ്ലാസ്സിലോ എന്തെങ്കിലും ഇറക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സോക്സും വെച്ച് കൊടുക്കാം. ഫൈൻ പൗഡറാണ് നമ്മുടെ ഹെന്ന. എന്നാലും അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോക്സ് യൂസ് ചെയ്യുന്നത്. ഈ പേസ്റ്റൊക്കെ നമുക്ക് ആ ഒരു സോക്സിൽ ഇട്ട് കൊടുക്കാം. ഞാൻ പേസ്റ്റ് മുഴുവൻ എടുത്തുകൊണ്ട് തന്നെ സോക്സ് നന്നായി നിറഞ്ഞു വന്നിട്ടുണ്ട്. അത്രയും നിറക്കേണ്ട ആവശ്യമില്ല, നമുക്കതൊന്ന് ജസ്റ്റ് അതിൻ്റെ തുമ്പ് പിടിച്ചൊന്ന് വലിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഹെന്ന മെഹന്തി ആകെ ഇതാവും. ഇനി ആ ഒരു പൈപ്പിംഗ് ബാഗ് ജസ്റ്റ് നല്ലോണം ഒന്ന് മുറുക്കി പിടിച്ചിട്ട് ആ ഒരു സോക്സ് പിടിച്ച് വലിക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ പേസ്റ്റൊക്കെ പൈപ്പിംഗ് ബാഗിൽ ആയിട്ട് വരും. അതിലെന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടെങ്കിൽ അത് സോക്സിൻ്റെ ഉള്ളിലും വരും. അപ്പോൾ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നതാണ്. ഇത് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പോൾ തന്നെ ഇതിൻ്റെ സ്റ്റെയിന് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തൊരു പൈപ്പിംഗ് ബാഗിൽ കൂടെ അതൊന്ന് ഇറക്കി വെച്ചിട്ട് ഒരു റബ്ബർ ബാൻഡ് കൊണ്ട് അതിൻ്റെ അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പൈപ്പിംഗ് ബാഗ് അഥവാ പൊട്ടി വന്നാൽ അതിൻ്റെ പേസ്റ്റൊക്കെ പരക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പൈപ്പിംഗ് ബാഗും കൂടെ മുകളിൽ വെക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ സെല്ലോഫൈൻ ഷീറ്റ്സ് ആണ്. ഇത് നമുക്ക് സ്റ്റേഷനറി ഷോപ്പുകളിലും അല്ലെങ്കിൽ മെഹന്തി സ്റ്റോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. ഇത് ഞാൻ 8 ഇഞ്ച് നീളവും 5 ഇഞ്ച് വീതിയുള്ള ചെറിയ പീസസ് ആക്കിയിട്ട് കോൺസ് ഉണ്ടാക്കാൻ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് മെഹന്തിയുടെ ക്വാണ്ടിറ്റി അളക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കിച്ചൺ സ്കെയിലും അതുപോലെ തന്നെ ഒരു ടാപ്പ് ഡിസ്പെൻസറും ആവശ്യമുണ്ട്. കോൺസ് എങ്ങനെയാണ് മടക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിൽ 1/3 ഭാഗത്ത് നമ്മൾ കൈ വെച്ച് കൊടുത്തിട്ട് നന്നായി അമർത്തി പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. ഇനി ഫസ്റ്റ് മുതൽ ഉണ്ടാക്കിയെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പിന്ന് ഇവിടെ കുത്തി കൊടുക്കുന്നതാണ് നല്ലത്. ഒരു 10-15 നമ്മളിതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കൈ ഈസി ആയിട്ട് വഴങ്ങിക്കിട്ടും. നമുക്ക് ഈസി ആയിട്ട് പിന്നില്ലാതെ തന്നെ ചെയ്തെടുക്കാം. പിന്ന് വെച്ച തുമ്പ് നന്നായി പ്രസ് പിടിച്ചിട്ട് അപ്പുറത്തെ സൈഡ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി. അതിൻ്റെ ഉള്ളിലുള്ള വശം ഒന്ന് ചുറ്റി കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് പിടിച്ച് വലിക്കുക ചെയ്താൽ നമ്മുടെ തുമ്പ് നന്നായിട്ട് മുറുകി വരും.
ഇങ്ങനെ ഉണ്ടാക്കിയെടുത്ത കോൺസ് നമ്മൾ ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്. പുറത്ത് വെക്കാൻ പാടില്ല, കാരണം നമ്മളിതിൽ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്ത് വെക്കാൻ പാടില്ല. ഫ്രീസറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഫ്രീസറിൽ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒട്ടും സ്റ്റെയിൻ കുറയാതെ 6 months വരെ നമുക്കിത് കീപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഓർഗാനിക് കോൺസ് വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് ക്ഷമയൊക്കെ വേണ്ട ഒരു പരിപാടിയാണ്. കുറച്ച് ക്ഷമയൊക്കെ ഉണ്ടെങ്കിലേ എല്ലാം നടക്കുള്ളൂ അല്ലേ. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നെക്സ്റ്റ് ടൈം ഇൻഷാ അല്ലാ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ